നമസ്തേ, വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. ഞാൻ മണിലാൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡയബറ്റിസ് അഥവാ പ്രമേഹം, അതിനുള്ളൊരു ചികിത്സാ വിധി അല്ലെങ്കിൽ ഒരു തെറാപ്പിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. യോഗാസനങ്ങളിലൂടെ അല്ലെങ്കിൽ യോഗ മുദ്രയിലൂടെ എങ്ങനെ അത് സുഖപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കഴിയാവുന്നതും ഈ വീഡിയോ മുഴുവനും കാണുക. ഞാൻ പറയുന്ന ഒന്ന് ക്ഷമയോടെ, ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാനുള്ളൊരു സന്മനസ്സ് കാണിക്കുക. ഡയബറ്റീസ് വന്നവർക്കും വരാതിരിക്കാനും മറ്റുള്ളവർക്ക് വരാതിരിക്കാനും വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അധികം മുഖവിരില്ലാതെ തുടങ്ങുകയാണ്. പ്രമേഹ രോഗികൾ, അതായത് പ്രമേഹ രോഗികളെന്ന് വിളിക്കാൻ പാടില്ല, പ്രമേഹം എന്ന അവസ്ഥയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഭക്ഷണ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മധുരം കുറവുള്ളത് കഴിക്കണമെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കഴിക്കുന്ന ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക, അതാണ് എൻ്റെ ഏറ്റവും ബാലപാഠം. നമ്മളീ പലർക്കും ഡയബറ്റീസ് പിടിക്കാൻ തന്നെ കാരണം ഭക്ഷണം നന്നായി ചവച്ചരയ്ക്കാത്തതുകൊണ്ടാണ്. എന്താണ് കാരണം? ഭക്ഷണം ചവച്ചരയ്ക്കാതെ വിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ? ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പാൻക്രിയാസ് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പിന്നീട് കാലക്രമേണ ഡയബറ്റീസ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരുടെ ഫുഡായ അരി, ഗോതമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ചവച്ച്, അത് ചോറ് ആയിക്കിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയോ ദോശയോ എന്തായിട്ട് വരുന്നത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. ഓക്കെ, അതോടൊപ്പം ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം. ഫൈബർ അടങ്ങിയ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളീയരുടെ ഫുഡായിട്ടുള്ള അവിയൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ നേരിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ട് ചെറിയ മുള വരുമ്പോൾ അതെടുത്ത് കഴിക്കുക. ഇതൊക്കെ ധാരാളം. അതുപോലെ തന്നെ കുക്കുംബർ അരിഞ്ഞ് കഴിക്കാം. പച്ചക്കറികൾ പച്ചയായിട്ട് കഴിക്കാം. അത് നോക്കിയിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക ധാരാളം. അത് പ്രമേഹ രോഗികളിൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് ഉണ്ട്, അത് കഴിക്കുക. അങ്ങനെ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആദ്യം കീപ്പ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ചില എക്സസൈസുകൾ, ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ. ശരിക്കും പറഞ്ഞാൽ കായികമായി നന്നായിട്ട് അധ്വാനിക്കുന്നവർക്ക് ഡയബറ്റീസ് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കായികാധ്വാനം കുറവായതുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് കൂടി ഒരു അർത്ഥമുണ്ടതിന്. യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അധികം സ്ട്രെയിനില്ലാതെ ഒരു ചെറിയ മുദ്രകളൊക്കെ വെച്ചിട്ടുള്ളൊരു വ്യായാമ പദ്ധതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ നീട്ടി പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സശ്രദ്ധം അത് കാണുക, കണ്ടിട്ട് അപ്പം തന്നെ ചെയ്തു തുടങ്ങുക. ഒരു തവണ കാണണമെങ്കിൽ കാണാം, കണ്ടിട്ട് ചെയ്തു തുടങ്ങണം. ചെയ്തു തുടങ്ങിയാൽ തന്നെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ചെയ്ത് തുടങ്ങുക. എന്തായാലും ഇതിനകത്ത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. ചെയ്താൽ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒന്ന് ധൈര്യമായിട്ട് ചെയ്യാമല്ലോ. യെസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെഡിയല്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു കസേര തിരഞ്ഞെടുക്കുക. ആ കസേരയിലിരിക്കുക, നട്ടെല്ല് നിവർത്തിയിരിക്കുക. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ കൈകൾ ഒരു പ്രത്യേക മുദ്രയിൽ വയ്ക്കണം. അവിടെ മുതലാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് മുദ്ര എന്ന് വെച്ചാൽ ഇതിന് ശക്തി മുദ്ര എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കുക, കാണാമല്ലോ. തള്ളവിരൽ ഇതേപോലെ മടക്കുക. എന്നിട്ട് ആ 4 വിരലുകൾ കൊണ്ട് അതിനെങ്ങനെ പൊതിഞ്ഞ് പിടിക്കുക. ഈസി. തള്ളവിരൽ ആദ്യം ഉള്ളംകൈയിലേക്ക് ഇങ്ങനെ വയ്ക്കുക, 4 വിരലുകൾ കൊണ്ട് ആ തള്ളവിരലിനെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഈ കൈയിൻ്റെ നക്കിൾസ് എന്ന് പറയുന്ന ഭാഗം, അതായത് ഈ വിരലിൻ്റെ സന്ധികളുണ്ടല്ലോ, ഈ മുട്ടുകൾ, ഇത് തമ്മിലിങ്ങനെ അടുത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ കൈ വയ്ക്കുക. ഈസി, അതും ഈസിയാണല്ലോ. ഓക്കെ, കൈകളിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇത് നേരെ നമ്മുടെ പൊക്കിളിൻ്റെ താഴെയായിട്ട് വയ്ക്കുക. വയറിൻ്റെ താഴെ, ആ പൊക്കിളിൻ്റെ നേരെ താഴെ, തൊട്ട് താഴെ ഇങ്ങനെ വയ്ക്കുക. കൈകളിങ്ങനെ അമർത്തി വയ്ക്കണം, നന്നായിട്ട് ഉള്ളിലേക്ക് അമർത്തി പിടിക്കുക. ഇങ്ങനെ ആകാവുന്നത്ര അമർത്തി പിടിക്കുക. വയർ അതനുസരിച്ച് ചൊട്ടിച്ച് കൊടുക്കുക. ചെയ്യുന്നുണ്ടല്ലോ എന്നോടൊപ്പം? റെഡിയല്ലേ? കമോൺ. കൈകളിങ്ങനെ വെച്ചു, മഹാമുദ്ര അല്ലെങ്കിൽ ശക്തിമുദ്രയിൽ ഇങ്ങനെ വെച്ചു. ശരീരത്തിന് മുഴുവനായും ശക്തി തരുന്നതിനും പ്രമേഹം മാറ്റുന്നതിനും ഏറ്റവും നല്ലൊരു മുദ്രയാണിത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വെറുതെ വെച്ചാൽ പോരാ, ഞാൻ പറയുന്ന പോലെ ചെയ്തോളണം. ഓക്കെ, ഞാൻ അതിൻ്റെ സൈഡൊന്ന് മാറ്റി കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ച ആ മുദ്ര ഓർക്കുക.
2 കൈകളും ഇങ്ങനെ പിടിച്ചിട്ട് ആ മുദ്രയിൽ ഇങ്ങനെ വയ്ക്കുക. പൊക്കിളിൻ്റെ താഴെ ഇങ്ങനെ കൈ വയ്ക്കുക. കൈ കൊണ്ട് മാക്സിമം അമർത്തി ഉള്ളിലേക്ക് കൊടുക്കുക. വയറ് ചൊട്ടിച്ച് പിടിക്കാൻ. അഥവാ കുറച്ച് കുടവേറുള്ളവരാണെങ്കിൽ കൈ കൊണ്ട് കഴിയാവുന്നത്ര പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വേദന തോന്നാത്ത രീതിയിൽ. ഒട്ടും സ്ട്രെയിൻ കൊടുക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ. എന്നിട്ട് നേരെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് കുനിയുക. കണ്ട ആ വയറിങ്ങനെ മടങ്ങി വരണം. മുന്നോട്ട് കുനിഞ്ഞിട്ട് എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിയുക. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കുനിയുമ്പോൾ നമ്മുടെ പാൻക്രിയാസ്, അതായത് ഡയബറ്റിസിന് കാരണക്കാരായ അല്ലെങ്കിൽ ഡയബറ്റിസിനെ സുഖപ്പെടുത്തുന്ന പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഗ്രന്ഥിക്ക് നല്ല ഒരു അയവാണ് കിട്ടുന്നത്. അഥവാ അതിനൊന്ന് നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുക, മുന്നോട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. ഇരുന്നല്ലോ. വെറുതെ അങ്ങനെ ഇരുന്നാൽ പോരാ. ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ശ്വാസം എടുക്കണം. ഞാനിവിടെ എണ്ണിത്തരാം, അതനുസരിച്ച് ശ്വാസം എടുക്കുക. റെഡിയല്ലേ? കമോൺ. യെസ്. 1 2 ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയാണ്. 1 2 3 4 5. പതുക്കെ പുറത്തേക്ക് വിടുക. 5 4 3 2 1. ഓക്കെ. പതുക്കെ നിവർന്ന് വരിക. എളുപ്പമല്ലേ? ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നിവർന്ന് വരിക. ഇനി എത്ര സമയം അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അത്ര സമയം ഇരിക്കുക. കഴിയാവുന്നതും 3 മിനിറ്റ് ഇരിക്കണം. അത് നിർബന്ധമാണ്. 3 മിനിറ്റ് നേരം സമയം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ വേണമെങ്കിൽ താഴെ ഒരു ചെറിയ വാച്ചോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ടൈമോ കാണാമെന്ന് ഇത് വെച്ചാൽ മതി. എളുപ്പമല്ലേ? കാരണം നിങ്ങൾ തലപൊക്കി നോക്കുകയോ വേണ്ട. മുന്നോട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ താഴെ വാച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മൊബൈൽ വയ്ക്കുക, താഴേക്ക് നോക്കിയിരിക്കുക. ഈസി ആയിട്ട് കാണാമല്ലോ. ഉണ്ടോ? അങ്ങോട്ട് നോക്കിയിരിക്കുക ആ സമയത്തിനനുസരിച്ച്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭാഗത്തിന് നമ്മുടെ നെഞ്ചും വയറും തമ്മിൽ ചേരുന്ന ഡയഫ്രത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ പറഞ്ഞ ലിവറും പാൻക്രിയാസും ഒക്കെ ഇരിക്കുന്നത്. അതിന് നല്ല ഒരു മസാജിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും 3 മിനിറ്റ് ഇരിക്കുമല്ലോ. ഇരിക്കണം, നിർബന്ധമായിട്ടിരിക്കണം. 3 മിനിറ്റ് ഇരുന്ന് തന്നെ ശീലിക്കണം. അപ്പോഴാണ് ആ നമ്മുടെ പാൻക്രിയാസിന് നല്ലൊരു ഉണർവ് കിട്ടുക. തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാകും. ചെയ്ത് നോക്കണം പ്ലീസ്. നല്ലൊരു കാര്യമല്ലേ പറയുന്നത്? ചെയ്ത് നോക്കുക. ഓക്കെ, റെഡി. അപ്പോൾ ഇതൊരെണ്ണം കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, പ്രമേഹ അവസ്ഥയിൽ നിന്നും മോചനം നേടാൻ ഏറ്റവും നല്ലത് നടത്തമാണ്. നടത്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെളിയിലിറങ്ങി നടക്കേണ്ട കാര്യമേ ഇല്ല. റോഡിലേക്ക് ഇറങ്ങണം. ഇപ്പോഴത്തെ കാലത്തൊന്നും വിശ്വസിച്ച് നമുക്ക് റോഡിലൂടെ നടക്കാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് വാഹനങ്ങളുടെ തിരക്ക് അത്രയ്ക്കധികം കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ല കാര്യങ്ങൾ. അതുകൊണ്ട് റോഡിലിറങ്ങിയുള്ള നടപ്പ് അത്ര ഹെൽത്തി അല്ല. പിന്നെ മഞ്ഞ്, മഴ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതൊന്നും പേടിക്കണ്ട. നമ്മുടെ വീടിനകത്ത് ഒരു 4 അടി അകലം മാത്രം മതി. അത്ര സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കിലോമീറ്ററുകളോളം നമുക്ക് നടക്കാം. ഈസി ആയിട്ട് നടക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ അല്ലേ? റെഡി? എല്ലാവരും റെഡിയാണ്? യെസ്, കമോൺ. ആ നടത്തത്തിലേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചുരുങ്ങിയ സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള നടത്തം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ സശ്രദ്ധം നോക്കി, അതിലൊരു മ്യൂസിക് ഉണ്ട്, ആ മ്യൂസിക് അനുസരിച്ച് നന്നായിട്ട് ചെയ്യുക. ഓക്കെ, റെഡി? താങ്ക് യു. വീഡിയോയിൽ കാണുന്നത് പോലെ എന്നോടൊപ്പം ജോഗ് ചെയ്യുക. അതനുസരിച്ച് സ്റ്റാർട്ട് തുടങ്ങിക്കൊള്ളുക. ഞാൻ മാറ്റം വരുത്തുന്നതനുസരിച്ച് ആ സ്റ്റെപ്സിന് മാറ്റം വരുത്തിയാൽ മതി. സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യുക. ഓരോ സ്റ്റെപ്പും നമ്മളൊരു ഏകദേശം 30 സെക്കൻഡ് അല്ലെങ്കിൽ 30 തവണയാണ് ചെയ്യുന്നത്. 30 എണ്ണുന്ന രീതിയിൽ മനസ്സിൽ എണ്ണിക്കൊണ്ടാണ് ചെയ്യുന്നത്. ആ ഓരോ ചേഞ്ചും വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാറ്റിക്കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആ മ്യൂസിക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഒരു ചേഞ്ചാണ് വരുന്നത്.
അപ്പോൾ ജോഗിങ് കഴിഞ്ഞു. ഇനി കുറച്ച് സ്ട്രെച്ചസ് കൊടുക്കണം. ആ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ തവണയും അങ്ങനെ നന്നായിട്ട് ശ്വാസമെടുക്കുക, അതനുസരിച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അത് സ്വയം നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഉണ്ടോ? കാലുകൾ അതുപോലെ ഒരു കാല് മുന്നോട്ട് വെച്ചിട്ട് ആ കൈത്തണ്ട അവിടെ കൊടുക്കുക. ആ വയറും തുടയും തമ്മിൽ മാക്സിമം ചേർത്ത് പിടിക്കാവുന്ന രീതിയിൽ അങ്ങനെ വയ്ക്കുക. ആ കൈ തറയെ കൊടുക്കുക. എന്നിട്ട് മറ്റേ കൈ മുന്നോട്ട് നീട്ടി പിടിക്കുക. മുതുകിനും കാലുകൾക്കും നല്ല സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല വ്യായാമമാണിത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ആ പാൻക്രിയാസിന് നല്ല ഒരു മസാജിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടത് നന്നായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇടത് ഭാഗത്തേക്കും താഴോട്ട് പോവുക. ഇടത് കൈ തറയെ കൊടുക്കുക, വലത് കൈ മുന്നോട്ട് നീട്ടി പിടിക്കുക, നല്ല സ്ട്രെച്ച് കൊടുക്കുക. ആ വയറിൻ്റെ എല്ലാ ഭാഗത്തിനുമുള്ള നല്ല സ്ട്രെച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, പതിയെ നേരെ വരിക. കഴിഞ്ഞു, സ്ട്രെച്ച് കഴിഞ്ഞു. സുഖകരമായ രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നോടൊപ്പം നടന്നു. അതുപോലെ ഞാൻ ആ കാണിച്ച മുദ്രകളൊക്കെ എല്ലാം നന്നായി പരിശീലിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. എൻ്റെ ഈ വീഡിയോ നോക്കി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അവർക്കൊക്കെ വീണ്ടും അഭിനന്ദനങ്ങളും എൻ്റെ പ്രത്യേകം കടപ്പാടുകളും അറിയിക്കുകയാണ്. തുടർന്നും അത് കാണുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ, അത് നല്ലതോ ചീത്തോ ആയിക്കോട്ടെ, നല്ല നിർദ്ദേശങ്ങൾ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും നമുക്ക് കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം. അതുവരെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു.